സ്വാമിയെ ശരണമയ്യപ്പ. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. ചെറിയ പ്രായത്തിൽ തുടങ്ങി ഈ സമയത്തിനുള്ളിൽ ഏകദേശം 30-ൽ കൂടുതൽ തവണ എരുമേലി വഴി നടന്നും ഇരുചക്ര വാഹനത്തിലുമൊക്കെയായി ശബരിമലയ്ക്ക് പോകുവാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അവിടുത്തെ സ്വർണ്ണ കൊള്ളയ്ക്ക് ശേഷം മനസ്സിന് വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ്. ശ്രീകോവിലിനുള്ളിൽ കയറി പൂജകൾക്ക് സഹായിയായി നിന്ന ഉണ്ണികൃഷ്ണൻ എന്ന തന്തയ്ക്ക് പിറക്കാത്തവന്റെ കുലം മുടിഞ്ഞു പോകണേ എന്നാണ് ഇപ്പോഴുള്ള പ്രാർത്ഥന. പത്മകുമാറിനും വാസുവിനും ഒക്കെ എന്ത് ശബരിമല, എന്ത് അയ്യപ്പൻ, അവരുടെ നോട്ടം സ്വർണം, അത് വിറ്റ് കിട്ടുന്ന പണം. എന്നാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, MLA ഇവനെയൊക്കെ ബഹുമാനത്തോടെ കണ്ടിരുന്ന അയ്യപ്പ ഭക്തർ, ഇവനൊക്കെ സല്യൂട്ട് നൽകിയിരുന്ന പാവം പോലീസുകാർ, നമ്മുടെ ചിലവിൽ സർക്കാർ വാഹനത്തിൽ, സർക്കാർ വസതികളിൽ, ആഡംബരങ്ങളിൽ ഇവനൊക്കെ എത്ര കാലം സസുഖം വാണു. സത്യത്തിൽ ഇവന്റെയൊക്കെ വീട്ടുകാർ ഇവനൊക്കെ മോഷ്ടിച്ച പണം കൊണ്ട് എങ്ങനെ ആഹാരം കഴിക്കുന്നു? കട്ടുണ്ടാക്കിയ മുതൽ കൊണ്ട് പണിത വീടുകളിൽ എങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നു? ശബരിമലയിൽ നേർച്ചകൾ നൽകിയ കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ പണം അപഹരിച്ച ഇവരൊക്കെ ഭക്തരല്ല എന്നത് പോട്ടെ, മനുഷ്യഗണത്തിൽപ്പെടുന്നവരാണോ? കേരളത്തിലെ ഏറ്റവും വലിയ സാമുദായിക സംഘടനയായ NSSന്റെ ഭാരവാഹിയാണ് മുരാരി ബാബു. സ്വർണം കടത്തിയ മറ്റൊരു കള്ളൻ. വാസുവിനെയും പത്മകുമാറിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ കഴിയുമോ? മുരാരി ബാബുവിനെ NSSൽ നിന്ന് പുറത്താക്കുവാൻ സാധിക്കുമോ? അതും കഴിയില്ല. കോടതി നേരിട്ട് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അയ്യപ്പന്റെ വിഗ്രഹം വരെ ഈ കാട്ടുകള്ളന്മാർ കടത്തുമായിരുന്നു. പന്തളത്ത് നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണങ്ങൾക്ക് പുറമെ അയ്യപ്പന് ചാർത്താനുള്ള വിലമതിക്കാൻ കഴിയാത്ത ആഭരണങ്ങളും ഇവർ സംഘം ചേർന്ന് വിറ്റ് കാശാക്കി. യാതൊരു കേടുപാടുമില്ലാതിരുന്ന ശബരിമലയിലെ കൊടിമരം പുതുക്കി പണിഞ്ഞു. അതിലുണ്ടായിരുന്ന അഷ്ടദിക്പാലകർ എവിടെ? അതും വിറ്റു. സത്യത്തിൽ ഇപ്പോൾ പിടിക്കപ്പെട്ടവർ മാത്രമാണോ കള്ളന്മാർ? അല്ല. കിലോ കണക്കിന് ഭാരമുള്ള ഈ സ്വർണപ്പാളികൾ വാസുവും പത്മകുമാറും ഉണ്ണികൃഷ്ണനും മുരാരി ബാബുവും അവരുടെ തലയിൽ ചുമന്നല്ല കൊണ്ടുപോയിരിക്കുന്നത്. കനത്ത സുരക്ഷയുള്ള ശബരിമലയിൽ നിന്നും പോലീസ് അറിയാതെ അത് കടത്തുവാൻ സാധ്യമല്ല. കടകംപള്ളി പറയുന്നത് പുള്ളി ഒരു ഫയലും കണ്ടിട്ടുമില്ല, ഒന്നിലും ഒപ്പിട്ടിട്ടുമില്ല എന്നാണ്. പിന്നെ എന്തിനാണ് സഖാവെ നിങ്ങൾ ദേവസ്വം മന്ത്രിയായിരുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നീതിമാന്മാരും അയ്യപ്പ ഭക്തരും ഒക്കെ ഉണ്ടെങ്കിലും അവിടെയുമുണ്ട് ചില കുഴപ്പങ്ങൾ. ഇടതുപക്ഷ പോലീസ് സംഘടനയിലെ ഉദ്യോഗസ്ഥരുള്ള ഈ അന്വേഷണം എത്തേണ്ടവരിൽ എത്തില്ല. ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ വക്കീലന്മാരെയാണ് കള്ളന്മാർക്ക് വേണ്ടി രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. ഒരു കഷണം ബ്രെഡ് മോഷ്ടിച്ചതിന് മധു എന്ന പാവത്തിനെ തല്ലിക്കൊന്ന നാട്ടിൽ ശബരിമലയിലെ സർവവും മോഷ്ടിച്ച് കടത്തിയ ഈ രാഷ്ട്രീയ സാമുദായിക കൊള്ളക്കാർക്കെതിരെ ഒരു വാക്കുരിയാടാൻ മലയാള നാട്ടിൽ സാംസ്കാരിക നായകന്മാരുമില്ല, സാഹിത്യകാരന്മാരുമില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായ കപടതയില്ലാത്ത അയ്യപ്പ ഭക്തന്മാർക്ക് ചങ്കുറപ്പില്ലാതെ പോയല്ലോ ഈ കൊള്ളക്കാരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് ഉച്ചത്തിൽ പറയാൻ. നായന്മാർക്ക് യാതൊരു ഗുണവുമില്ലാത്ത നായന്മാരുടെ നേതാവായ സുകുമാരൻ നായർ അമ്മവ സമ്മതിക്കണം ആ തൊലിക്കട്ടിയെ. പ്രിയ അയ്യപ്പ ഭക്തരെ, കലികാലവരതനായ അയ്യപ്പനോട് പ്രാർത്ഥിക്കൂ. ഭഗവാന്റെ മുതൽ മോഷ്ടിച്ച ഇവന്മാരുടെയൊക്കെ കുലം മുടിഞ്ഞു പോകാൻ അത് മാത്രമാണ് രക്ഷ. സ്വാമി ശരണം.